ഓരോരോ യാത്രകളും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ജനിച്ചതിന് ശേഷം അവനോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണ്ണിയോടൊപ്പം ഞങ്ങൾ സിംഗപ്പൂർ സൂ കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സീദൂസ് ക്രാഫ്റ്റ് ക്യൂസീൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. കളിക്കാനോ ആണോ? പോവാം. സിംഗപ്പൂരിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുന്ന യാത്രയിൽ ഇതുപോലെയുള്ള സ്ട്രോളറുകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുവിധം എല്ലാ ഏരിയയിലേക്കും സ്ട്രോളർ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഒരുപാട് നടക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും. ഇനി അഥവാ നിങ്ങൾ സിംഗപ്പൂർ സൂവിൽ പോകുമ്പോൾ സ്ട്രോളർ കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പോയാൽ നമുക്ക് സ്ട്രോളർ തന്നെ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കുട്ടികളെയും കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു രൂപത്തിലൊന്നും ആയിരിക്കില്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ മോഡലിലൊക്കെ ആയിരിക്കും. അതൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ വളരെ സ്പെഷ്യലാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് റിവർ സഫാരിക്ക് പോകുന്നതും നമ്മൾ സൂ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 2 ഡൈവേഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് സൂ കാണാൻ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവർ സഫാരിക്ക് പോകാം. ഞങ്ങൾ തിരഞ്ഞെടുത്തത് സൂ ആയിരുന്നു. കാരണം കുട്ടിയെയും കൊണ്ട് റിവർ സഫാരി ചെയ്യുന്ന എത്രത്തോളം സുഖമുള്ള കാര്യമായിരിക്കും എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും സാരമില്ലേ, നമുക്ക് സൂ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ സൂവിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് പൂക്കളുമുണ്ട്. അതായത് ഒക്കെ ഇതാണ് കേട്ടോ, ഒറിജിനൽ തന്നെയാണ്. അത്രയും മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടാണ് ഇത് കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പൂന്തോട്ടം വളരെ നീറ്റായിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരുവിധം എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്കെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കോർട്ട് സൂപ്പറായിരിക്കും കേട്ടോ. പലതരം ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എൻട്രൻസിൽ പോകുന്ന വഴിയിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും നമുക്ക് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം കുറച്ച് നന്നായിട്ട് കാണാനുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. സിംഗപ്പൂർ സൂവിനെ മാൻഡേ സൂ അല്ലെങ്കിൽ സിംഗപ്പൂർ സുവോളജിക്കൽ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മാൻഡേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സിംഗപ്പൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. 69 ഏക്കറിലായിട്ടാണ് സിംഗപ്പൂർ സൂ പരന്ന് കിടക്കുന്നത്. പരന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പരന്ന് തന്നെയാണ് കിടക്കുന്നത്. ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയാണ്. അത് വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ഒരു റൈറ്റ് സൈഡിൽ കണ്ട ഒരു ആനേനെ കണ്ടില്ലേ നിങ്ങൾ, അവിടെ വെച്ച് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോ ഈ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. അതിന് ക്യാഷ് കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു മരങ്ങളുടെയും ചെടികളുടെ ഇടയിലൂടെയാണ് കേട്ടോ കാട് കാണാൻ പോകുന്നത്. കാട് കാണാൻ തന്നെ പറയണം, മൃഗശാല എന്ന് പറഞ്ഞത് ചുരുക്കാനൊന്നും പറ്റില്ല, കാടാണിത്. 1973 സിംഗപ്പൂർ ഗവൺമെൻറ് ഇങ്ങനെയൊരു മൃഗശാല ആരംഭിച്ചത്. ഈ ഒരു മൃഗശാലയിൽ 2530ഓളം മൃഗങ്ങൾ വസിക്കുന്നുണ്ട്. മാൻഡേ വൈൽഡ് ലൈഫ് ഗ്രൂപ്പാണ് മൃഗശാലയുടെ ഈ നടത്തിപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീനാ, മീനാ, ക്രോക്കഡൈലൊന്നുമില്ല, ചെറിയ മീനുകൾ. അവിടെയൊക്കെ കുരങ്ങന്മാരൊക്കെ തോന്നുന്നുണ്ട്. മുതലൊക്കെ അത് കയറി കിടക്കണം. ഇതിലെ സഫാരി പോകുന്നുണ്ട് മുതലേപ്പുള്ള അതിരുന്ന് വലുതാണല്ലേ. അറിയില്ലല്ലേ ഇവരെ. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ കാണാൻ പറ്റുക? ഇവരൊന്ന് തിന്നിട്ട് ഇത് ക്രോക്കഡൈലല്ലേ, ചീങ്കണ്ണി അത് അല്ലേ? അതിൻ്റെ ഇതുണ്ട്, ചീങ്കണ്ണിയുടെ ഇതല്ലേ?
മഴ പെയ്യാതെ ഇരുന്നു. സിംഗപ്പൂർ സൂവും കൂടാതെ നൈറ്റ് സഫാരിയും റിവർ വണ്ടേഴ്സും ബേർഡ് പാരഡൈസും ഇനിയിപ്പോൾ 5ാമതായിട്ട് വരുന്ന റെയിൻ ഫോറസ്റ്റ് വൈൽഡ് പാർക്ക്, ഈ 5 സംഭവങ്ങളും നിയന്ത്രിക്കുന്നത് മാൻഡേ വൈൽഡ് ലൈഫ് ഗ്രൂപ്പാണ്. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതതിൻ്റെ അപ്പുറത്തൊക്കെ കുരങ്ങന്മാർ. ഇങ്ങനെയുള്ള ഈ 5 പാർക്കുകൾ കൂടി ചേർന്നാണ് മാൻഡേ വൈൽഡ് ലൈഫ് റിസർവ്. ഇതിൽ തന്നെ 15,000-ഓളം മൃഗങ്ങൾ ഈ ഒരു 5 പാർക്കിലായിട്ട് വസിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇവർ 1000 വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളിൽ ഉൾപ്പെടുന്നവരാണ്. സിംഗപ്പൂർ സൂവിൽ തന്നെ 315ഓളം സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. അതിൽ തന്നെ 16% ഉള്ളത് ത്രെറ്റൻഡ് സ്പീഷീസുകളാണ്. ഓരോ വർഷവും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു മൃഗശാല കാണാൻ വരുന്നത് 2 മില്യണിൽ കൂടുതൽ ആളുകളാണ്. കുരങ്ങന്മാർ വരുമോ? ആരും പോണാണല്ലേ ഏട്ടാ? ഇത് പോരാണ് ഏട്ടാ കുരങ്ങന്മാരെ ഏരിയ. അടച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങണ വലിയ മീൻ. ഒന്ന്, രണ്ട്, മൂന്ന് വലുത്. സിംഗപ്പൂർ സൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മൃഗങ്ങളെ തുറന്നു വിട്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണോ കാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് അതേ ചുറ്റുപാടിൽ തന്നെയാണ് ഇവിടെയും ഈ ഒരു സൂവിൽ മൃഗങ്ങളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് വളരെ ഒരു കൗതുകവും ഒക്കെയാണ്. ഓപ്പണായിട്ട് മൃഗങ്ങളെ വിട്ടു എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ല കേട്ടോ അവരെ കൊണ്ട്. അവരെ സെക്രീഷൻസ് ഒരുമാതിരി ചെറിയ കുട്ടികൾ, ചെറിയ സിംഗപ്പൂർ സൂവിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ട്രീ ടോപ്സ് ട്രയൽസ്, ഒറാങ്ങുട്ടാൻസ് ഐലൻഡ്, വൈൽഡ് ആഫ്രിക്ക, റെപ്റ്റൈൽ ഗാർഡൻ, റെപ്റ്റോപ്പിയ, ടോർട്ടോയിസ് ഷെൽട്ടർ, ഫ്രജൈൽ ഫോറസ്റ്റ്, ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഓഫ് എത്യോപ്യ, ഓസ്ട്രേലേഷ്യ, പ്രൈമേറ്റ് കിങ്ഡം, എലിഫൻസ് ഓഫ് ഏഷ്യ, കിഡ്സ് വേൾഡ് എന്നിവയൊക്കെയാണ്. ഇങ്ങനെ ഞാൻ കടിച്ചാൽ പെടാത്ത പല സംഭവങ്ങളും പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളിനി വഴിയെ കാണാനുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അതിനൊരു പ്രത്യേക പേര് കൊടുത്തു എന്നുള്ളൂ. നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു പാലത്തിലൂടെയൊക്കെ വന്നില്ലേ, അപ്പം നമ്മൾ കണ്ടില്ലേ ട്രീ ടോപ്പ് ട്രയൽസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കുരങ്ങന്മാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് സിയാമാൻസ്. പിന്നെ നമ്മൾ വെള്ളത്തിനടിയിൽ കാണുന്നതാണ് ഫാൾസ് ഗാരിയൽസ്. അറ്റ്ലീസ്റ്റ് 1 മീറ്റർ മഴ ഉണ്ടാകുമ്പോൾ പ്ലേ ഗ്രൗണ്ട് അവിടെ പോയേക്കണം. കണേട്ടാ ഞാൻ പോയിട്ട് വരാം. ഫോട്ടോ എടുത്താ ഒരു മിനിറ്റ്.
ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മുന്നേയുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുട്ടികൾ ഇരിക്കുന്ന ഒരു ചുവന്ന സ്ട്രോളർ. അതാണ് നമുക്കിവിടെ സിംഗപ്പൂർ സൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോളർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന സ്ട്രോളർ. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മൾ സിംഗപ്പൂർ സൂവിലും ബേർഡ് പാർക്കിലും മറ്റുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ പരന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഏത് വഴി കൂടെ പോയി ഏത് വഴി കൂടെ തിരിച്ചു വന്നു എന്നുള്ള യാതൊരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പോയ വഴി കൂടെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വഴി തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലൊരു സിംഗപ്പൂർ സൂവിൻ്റെ മാപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മിസ് ചെയ്തു, നമ്മൾ എന്തൊക്കെ മിസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ഓരോ കാഴ്ച കാണാൻ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ മാപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ എടുക്കുക. So the German Park, the National Park Board, worked on training programs to help recruit their members, and currently they are trying to get an island. If you happen to see them in the wild, usually you see them in pairs or in small family groups. The hormones are monogamous, meaning they are known to pair up and mate online. Although he is run longer, surprisingly he's actually very light. In fact, he weighs about 600 grams. Although his beak is not structure full of air pockets, which helps him to be very swift and very agile. On that subject, we're just about ready to demonstrate his agility. In fact, my colleague Rizwan is going to help me out. He's going to cut the pieces of grape, which he is going to toss up as high as he can. But she got the catch. It's been a busy show. Okay, here we go. Ready? 1, 2, 3. Oh, nice catch. Okay, let's do that one more time. Ready, Chica? Here we go. 1, 2, and 3. Oh, let's give them a round of applause. Thank you, guys. Now, on the wall, you are not otherwise known as the wall of python. This species of snake comes from Western and Central Africa, and they are the smallest species of python native to that region. Rudisia is in fact fully grown. And when it comes to snakes, there are two very common misconceptions. First, മയില് snakes as being wet and slimy because of the light glistening of their scales. But in actual fact, all snakes are smooth and dry. If you want an idea of how a snake feels, what you can do is actually have a feel of your own fingernails. Did you know that the individual scales of a snake are made of keratin? The snakes are very shy, both in the wild as well as in captivity, and they also happen to be primarily nocturnal, meaning that they are most active at night. So joining us on stage, that's Marshall, and we're going to spend the job a little bit further behind. And in case you're wondering about the peacock, he's not harming you. He's just here for the free food as always. Now I'm collecting the hot badges stations like this. And it's a very simple reason. We love animals. And we would like to believe that you are here today because നല്ല രസമുണ്ട്. alright, ladies and gentlemen, on the go, we're going to the end of Rainforest Fight Back Rather brought to you by Capital Land. On behalf of all the team training and supporting to help make this presentation possible, ladies and gentlemen, we hope you continue to have a great day here at Singapore Zoo. Thank you. Take care. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എലിഫൻസ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ. അതൊരു 2.47 ഏക്കറിലായിട്ടാണ് കിടക്കുന്നത്. നല്ല രസമുള്ളൊരു വലിയൊരു പൂളിൻ്റെ ചുറ്റുമായിട്ടാണ് കേട്ടോ ഈ ഒരു ഹാബിറ്റാറ്റ് സ്ഥിതി ചെയ്യുന്നത്.
Lepas yang di sini. എലിഫൻസ് ഓഫ് ഏഷ്യയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 5 ആനകളാണ്. അത് 5ഉം ഏഷ്യൻ ആനകളാണ്. അവർ ഒരു വലിയൊരു പൂളിൻ്റെ ചുറ്റുമായിട്ട് ആ ഒരു ഹാബിറ്റാറ്റിലാണ് കേട്ടോ ഉള്ളത്. കൊമാലി എന്ന് പേരിട്ടുള്ള ശ്രീലങ്കൻ ആനയും ഗംഭീർ ജതി എന്ന് പറഞ്ഞുള്ള ഇന്ത്യൻ ആനകളും അവ 2 സഹോദരിമാരായിട്ടുള്ള ആപ്രില ഇൻഡ എന്ന് പറഞ്ഞ സുമാത്രൻ ആനകളുമാണ് ഇതിലുള്ളത്. Yo? അനുഷ എന്നൊക്കെ പേരുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു സൂവില് പല സ്ഥലത്തും പല സമയത്ത് പലതരം പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതിൽ ഈ ആനകളുടെ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാനും കുറേ സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഇപ്പം ആനയുടെ ഈ ഒരു ഷോ ഞങ്ങൾക്ക് മിസ് ചെയ്യാം, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സൂവിൽ ഇനി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓരോരോ ഷോയുടെ സമയം ഏതൊക്കെയാണ്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ എത്താൻ ശ്രമിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പല കാഴ്ചകളും മിസ്സാവില്ല. ഞാനായിട്ട് എവിടെ ഉണ്ട്? ഏത് നിമിഷത്തിലാണോ ഒരു കുരങ്ങൻ മറ്റൊരു കുരങ്ങൻ. അതിന്റെ മേലെ മയിലൊക്കെ ഇരിക്കുന്നുണ്ട്.
പിന്നെ ഇവിടെയുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കുടിലുകളായിട്ട് പല കാലത്തെയും പല സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ പോലെയൊക്കെ കൊടുത്തിട്ടാണ് അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ മൃഗങ്ങളെയും കാണിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഫ്രഷ് എയർ നമുക്ക് ശ്വസിച്ചുകൊണ്ട് പോകാം. ഭയങ്കര നല്ല ശുദ്ധമായിട്ടുള്ള എയർ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ അത്രത്തോളം ചെടികളും മരങ്ങളും ഒക്കെയാണ്. എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നടന്ന് ക്ഷീണിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള ഈ ട്രാമിൽ കയറി പോകുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് എവിടെ നിന്നാണോ ഈ ഒരു സൂവിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് അവിടെ നിന്ന് തന്നെ പല സ്റ്റേഷനിലായിട്ട് വന്നിട്ട് ഓരോ കാഴ്ച കണ്ടു പോകാം. ഞങ്ങൾ ബേർഡ് പാർക്കിൽ പോയപ്പോൾ ആദ്യത്തെ ഒരു അബദ്ധം അന്ന് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോയത് സ്റ്റാർട്ടിങ്ങിൽ ട്രാമിൽ ഇരുന്നത് പല കാഴ്ച മിസ്സായിരുന്നു വെച്ചാൽ വീണ്ടും വന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ബുദ്ധി കളിച്ചു, സൂവിൽ തന്നെ ഇങ്ങനെ നടന്ന് ഫുള്ള് റൗണ്ട് നടന്ന് കാണാൻ വിചാരിച്ചു. ഈ ഒരു ടൈഗർ ട്രക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ വൈറ്റ് ടൈഗറിനെയും നമ്മൾ സാധാ കണ്ടുവരുന്ന ആ ടൈഗറിനൊക്കെ ഒരു ഷിഫ്റ്റ് പോലെയാണ്. ഒരു ദിവസം ഒരാളാണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരാൾ, അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ തുറന്നു വിടുന്നത്. പല കാഴ്ചകളും നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ പല കാഴ്ചകളും ഒരു ഓർഡറിൽ കാണില്ല, പക്ഷേ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ച് തന്നെ പോകും. അതുകൊണ്ടാണ് പിൽഗി ഹിപ്പോ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ എത്തിയിട്ടും ഞങ്ങൾ ഹിപ്പോപ്പൊട്ടാമസിനെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. എല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അല്ല, ഇത് സ്ട്രോളർ അല്ലേ?像我说有地上 camouflage 的 leaf， 你现在是属于窗，你是的动，对不对？好了嘞，像 display 就把这个我们。ഇത് പ്രാണികളില്ലേ? ഇതൊക്കെ ഈ ഓരോ സ്ട്രോളർ. നീറ്റാ? ഏ
നോക്കുമണി തൂക്കിടമണി തൂക്കുമണി ഉണ്ണി നോക്ക് എട് പുറത്തേക്കറ മഴത്തൂളില് ഇതിന്റെ മേലാവില്ലേ അത് കാണില്ലല്ലോ. അതിൻ്റെ അടിയിൽ വെച്ചോളാം, നല്ല മഴ പെയ്യും. കറി കൂട്ടാ ഉണ്ണി ഉണ്ണി കുട്ടാ. അയ്യോ ഡോ ശുണ്ടുമാണിയേ നീ ശുണ്ടുമാണിയേ. അതാ കങ്കാരു അവിടെ കൂടെ പോണം. ക്യാമറ ഇട്ടു, ഫ്ലാഷ് ഫോട്ടോഗ്രാഫി പറ്റില്ല അല്ലേ? അല്ലേ ഉണ്ണി ഉണ്ണി ഉണ്ണിക്കുട്ടാ കങ്കാരുവിനെ കണ്ടാ? കങ്കാരുവിനെ കണ്ടാ? കണ്ടോ ചാടി നിൽക്കുന്ന കങ്കാരുവിനെ കണ്ടോ? വന കങ്കാരുട്ടാ മുക്ക വിശന്ന് എടുക്കണോ നീ? വെച്ചിട്ടുണ്ടാവില്ല കുറേ അറിയില്ല അമ്മ മാറ്റിയിട്ട്. എൻ്റെ ഭക്തൻ എന്താ നോ ആണ് കാണാല്ല. നല്ല രസമുണ്ട് വീഡിയോ. അടക്കടക്കട അമ്മ ഓടി വരാം, ഓടി വരാം, അമ്മ ഓടി വരാം.
ഉള്ളിൽ പോയി. ഒരാൾ ഉള്ളിലേക്ക് പോയി. എന്നിട്ടാണ് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത്. പോയി വാ പോവാം. കിളി സ്പ്രേ ഇവിടെ ഇതെന്താ അത്? ഇങ്ങനെ ഷീറ്റ് വലിയ മഴയൊന്നുമില്ല. ചെറുതുള്ളിയുണ്ട്. Like to kick big rubber balls and chase them. The adult elephants join in too. They never lose their sense of fun. Sometimes I see a little ball. It makes a big noise when it pops. All the elephants run away, but then they come back to the keeper because they want another ball to play with. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിക്കുട്ടനോടൊപ്പമുള്ള ഈ ഒരു സിംഗപ്പൂർ സൂ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അയയ്ക്കുക. ഓരോരോ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതാണ് നെക്സ്റ്റ് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ബാക്കിയുള്ള സിംഗപ്പൂർ സൂവിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.